ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. 600 സ്ക്വയർ ഫീറ്റിൽ 2 സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വീടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയുന്നുണ്ടാകും, പെരിന്തൽമണ്ണ ബൈപ്പാസിൽ അച്ചാർ വിറ്റിട്ട് വൈറലായിട്ടുള്ള 2 കുഞ്ഞു മക്കളെയും ഉമ്മയെയും അവരുടെ വീടാണ് കേട്ടോ ഇത്. അപ്പോൾ ആളൊരു യൂട്യൂബ് വ്ളോഗറും കൂടെയാണ്. ആളുടെ ചാനലിൻ്റെ പേര് ദിലൂസ് ആർട്ട് ആൻഡ് കിച്ചൻ വിത്ത് ഹോം എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ആരാണെന്നൊക്കെ അറിയണം, ഞാൻ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ചാനൽ കയറി കണ്ട് നോക്കുക. പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരു വർഷം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇത്. മെയിനായിട്ട് അവർ ചെയ്യുന്നത് അച്ചാറിൻ്റെ ബിസിനസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വളരെ മനോഹരമായി തന്നെയാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് കാണാൻ കഴിയും. ഇപ്പുറത്തോട്ടായിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ വാള് കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഉള്ളിൽ വളരെ മനോഹരമായിട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഒരു ചെങ്കൽ ഡിസൈനിൽ വരുന്ന ക്ലാഡിംഗ് വർക്കാണ് കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് വാളിനോട് ചേർന്ന് ഇതുപോലെ പ്ലാന്റ്സ് കൊടുക്കാനായിട്ടൊരു സ്പേസ് കണ്ടിട്ട് അവിടെ നല്ല ഭംഗിയിൽ പ്ലാന്റ്സും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെ നല്ല വലിയൊരു വിൻഡോയും വരുന്നുണ്ട് കേട്ടോ. നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടൊരു ഷോവാൾ കൊടുത്തിട്ടുണ്ട്. അവിടെ GI പൈപ്പിൽ നല്ല ഭംഗിയിൽ ഒരു അഴികൾ വരുന്ന ഡിസൈന് കൊടുത്ത് ഒരു റൗണ്ട് ഷേപ്പൊക്കെ ആ ഒരു വാളിൽ കൊടുത്തിട്ട് ആ ഒരു ക്ലാഡിങ് വർക്കിലാണ് കേട്ടോ അത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ സിറ്റൗട്ടിൻ്റെ മുകൾ ഭാഗത്ത് സീലിംഗ് ഇതുപോലെ മനോഹരമായി സെറ്റ് ചെയ്ത് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടതാണ്, ഈ ഒരു ഷോവാളിനോട് ചേർന്ന് ഇതുപോലെ ഒരു ഫിഷ് ടാങ്കും കൂടെ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു ഫിഷ് ടാങ്കാണ്, അതിൽ ആമ്പലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീനുകളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ചെറിയ വീടാണെങ്കിലും അവരുടെ എല്ലാ സ്വപ്നങ്ങളും സഫലീകരിച്ചു കൊണ്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു വർഷം കൊണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് കേട്ടോ ജെഫ്സിയ ഈ ഒരു വീട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ചാനൽ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് അച്ചാറിൻ്റെ ബിസിനസ്സാണ് മെയിനായിട്ട് വരുന്നത്. ആ ഒരു അച്ചാർ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവരുടെ അടുത്തുനിന്ന് വാങ്ങാൻ കഴിയും. അത് ഞാൻ ഈ ഒരു വീട് എടുക്കാൻ പോയ സമയത്ത് അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ അവരെന്നെ ഉണ്ടാക്കിയെടുക്കുന്ന അച്ചാറാണ് കേട്ടോ. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത നല്ല അച്ചാറാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടുത്തെ മെയിനായിട്ടുള്ളത് ഈ ഒരു ഷോവാൾ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഇരിപ്പിടം ആ ഒരു സൈഡിൽ ചെറിയൊരു റാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ടീപ്പോയി കൂടി ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 ചെയറൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിംഗിൾ വിൻഡോ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊഫൈൽ വർക്കെല്ലാം കൊടുത്ത് വളരെ മനോഹരമായി ചെയ്തെടുത്തിട്ടുള്ള ഒരു വുഡൻ ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഡോർ മെത്തേഡിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വെൽക്കം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള വീടിൻ്റെ സെൻട്രൽ ഹാളിൻ്റെ ഭാഗത്തോട്ടാണ്. ഈ ഒരു ഹാളിൻ്റെ ഒരു സൈഡിലാണ് ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നല്ല ഭംഗിയിലൊരു കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇവർ ചെയ്തതാണ് കേട്ടോ. നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഭാഗത്തൊരു വിൻഡോയും കാണാൻ കഴിയും. പിന്നെ ഇപ്പുറത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് ഗ്ലാസ് ഡിസൈനിൽ വരുന്ന നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 6 സീറ്റിംഗ് വരുന്ന രീതിയിലാണ് കേട്ടോ ഒരു ടേബിൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഫ്ലോറിംഗ് ഒക്കെ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ടൈലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോർണറിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ വീടാണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ടില്ലേ, ഈ വിൻഡോക്ക് മുകളിൽ ഇങ്ങനെ ആ ഒരു ഹോളി വേർഡ്സൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു ഡിസൈൻ, ആ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുമല്ലോ, നമ്മളെ വീട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യണം, എല്ലാതും നമുക്ക് ഉള്ള സ്ഥലത്തെല്ലാം സെറ്റ് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. പറ്റുന്ന വിധത്തിലൊക്കെ അവൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു വേസ്റ്റ് പീസുകളൊക്കെ വരുമല്ലോ നമ്മൾ പണിയെടുക്കുമ്പോൾ, അങ്ങനെയാണ് ഈ ഒരു കോർണറിൽ വരുന്ന ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റാണ് കേട്ടോ, ഈ ഹാളിലെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ കർട്ടൻ ഇട്ടിരിക്കുകയാണ്. ഇതൊരു എൻട്രൻസ് ആണ് കേട്ടോ കിച്ചണിലോട്ടുള്ളത്. അപ്പോൾ ഈ കർട്ടൻ ഇങ്ങനെ നമുക്ക് പൊക്കി കൊടുക്കാൻ കഴിയും.
അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ പുറത്തുനിന്നുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കർട്ടൻ താഴ്ത്തിയിട്ടിട്ട് നമുക്ക് കിച്ചണിൽ പണിയെടുക്കാൻ പറ്റും. അല്ലാത്ത സമയത്ത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ കണ്ടിട്ട് തന്നെ പണിയെടുക്കാൻ കഴിയും. ഡയറക്റ്റ് അവിടുന്ന് ഫുഡ് ഇങ്ങോട്ട് സെർവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റും ഷോ പീസുകളൊക്കെ കൊടുത്ത ആ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് കേട്ടോ ആ ഒരു വാളിൽ ടിവിയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ സ്റ്റെയറും നല്ല മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ടൈൽ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പർഗോള വിൻഡോസ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ആ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചുമരിലാണ്ടില്ലേ ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻസ് വേസ്റ്റ് പീസുകൾ വന്നതുകൊണ്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു ലാൻഡിങ്ങിൻ്റെ ഭാഗത്ത് ഷീറ്റാണ് കേട്ടോ അപ്പോൾ തൽക്കാലം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ മുകളിലോട്ടൊക്കെ റൂമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊളിച്ച് കളയണമല്ലോ നമ്മളവിടെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതിന് വേണ്ടി അവിടെ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റെയറിന് റെയിലിങ് കൊടുക്കേണ്ട പണി അങ്ങനത്തതൊക്കെ കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല മനോഹരമായി തന്നെ ഈ ഒരു ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ഭാഗം കാണാനായിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹൈലൈറ്റഡ് പോർഷൻ കേട്ടോ. ഒരു വാഷ് ബേസിൻ യൂണിറ്റ്, കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്ത് താഴെയൊക്കെ സ്റ്റോറേജ് കൊടുത്ത് മുകളിൽ ആ ഒരു ക്ലാഡിങ് വർക്ക് കൊടുത്ത് അതിലൊരു ലീഫിൻ്റെ ഷേപ്പിൽ നല്ല ഭംഗിയായിട്ടൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിവർ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ ആ ഒരു മിററൊക്കെ. എന്നിട്ട് അവിടെ ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് കാണുന്നത് ഒരു ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ബാത്റൂം മാത്രമാണ് വരുന്നത്. ഈ ഒരു കോമൺ ബാത്റൂമായിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല കേട്ടോ. എല്ലാം ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോറുകളാണ് ബെഡ്റൂമിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 വിൻഡോസ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലാണെങ്കിലും ഇങ്ങനെ കോർണറിൽ വേസ്റ്റ് പീസുകൾ വെച്ചിട്ട് ചെറിയ ഡിസൈൻ കൊടുത്തിട്ട് അതിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 2 സൈഡിലും വരുന്നുണ്ട് കേട്ടോ. 2 കോർണറിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിട്ടില്ല. 600 സ്ക്വയർ ഫീറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി മൂലം അത് കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു കോമൺ ബാത്റൂം മാത്രമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷനിൽ നല്ലൊരു കോഫി ബ്രൗൺ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു മിറർ യൂണിറ്റ്, ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് കിച്ചനും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ഹൈലൈറ്റഡ് പോർഷൻ ഉണ്ടല്ലോ ഒരു വാഷ് ബേസിനൊക്കെ വരുന്നത്, അവിടെയാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത്. അതിന് മുന്നേ നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂം ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇതിൻ്റെ ഉൾവശത്താണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാത്റൂം മാത്രമാണ് തൽക്കാലം ഇവരിപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കളർ തീമിലാണ് ആ ഒരു ടൈലെല്ലാം ഗ്ലോസി ടൈലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിലാണ് കിച്ചൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ കിച്ചനായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇവർക്ക് പുറത്തോട്ടൊരു വർക്ക് ഏരിയ എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതിനുള്ള തറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ ഒരു കിച്ചൻ മാത്രമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇങ്ങനെ എൽ ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് അതിൽ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും മുകളിലും അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കിൽ ഇങ്ങനെ ക്യാബിനറ്റുകൾ പണിതിട്ടുണ്ട്. സ്റ്റവ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ. സിലിണ്ടറും ഇപ്പോൾ തൽക്കാലം പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ സിങ്കും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വരുന്നുണ്ട്. ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്യാസ് സിലിണ്ടറൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത് ഇവർ പുറത്തോട്ട് ചെറിയൊരു വർക്ക് ഏരിയ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള തറയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്റ്റവൊക്കെ അങ്ങോട്ട് മാറ്റാനുള്ള ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഇങ്ങനെ തൽക്കാലം സിലിണ്ടറൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മുകളിൽ ഓപ്പൺ റാക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കർട്ടന് കാണുന്നില്ല, ഇത് നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ ഒരു ഹാളിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ആ ഒരു നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു എൻട്രൻസ് അതാണ് കേട്ടോ. അപ്പോൾ ഈ കർട്ടൻ പൊക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ നിന്നുള്ള വ്യൂ വരുന്നത്. നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ആ ഒരു എൻട്രൻസ് ഉള്ളത്. വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ. നല്ല ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നല്ല ഭംഗിയായിട്ടൊരു വൈറ്റ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്, ഹാങ്ങിങ് ലൈറ്റ്. പിന്നെ ഇരുവശങ്ങളിലായിട്ട് ഒരുപോലെ വരുന്ന ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ അച്ചാറിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. ആവശ്യമുള്ളവർ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.
ഇനി ഇവിടുന്ന് പുറത്തോട്ടൊരു വർക്ക് ഏരിയ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു സിലിണ്ടറൊക്കെ പുറത്ത് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ ഡയറക്റ്റ് ഇവിടെ കിച്ചണിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ അങ്ങനെ തറയൊക്കെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ എടുക്കാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്തൊരു ബെഡ്റൂം എടുക്കാനും കൂടെ ഉള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ അങ്ങനെ തറയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ അവരെ കൊണ്ട് കഴിയാണ്ട് അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. വർക്ക് അവർ കഴിയുന്നതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ക്യാബിനറ്റുകളുടെ ഉൾവശം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ പ്ലേറ്റുകളൊക്കെ വെക്കാനുള്ള ഒരു ഫെസിലിറ്റി തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഈ ഒരു ക്യാബിനറ്റുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും മുകളിൽ ഈ ഭാഗത്തൊക്കെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഷെൽഫുകൾ വരുന്നത്. നമുക്ക് സ്പൈസസ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോർ റൂമൊന്നും വരുന്നില്ലല്ലോ, അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് വരുന്നത്. പിന്നെ താഴ്ഭാഗത്തും ഇങ്ങനെ വലിയ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഈ ഒരു സ്റ്റീലിൻ്റെ സംഭവങ്ങൾ വരുന്ന ഒരു സ്റ്റീൽ റാക്കുകളൊക്കെ വരുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു തട്ടുകളൊക്കെ കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഷെൽഫുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം സൗകര്യത്തോടു കൂടെ തന്നെയാണ് ഈ ഒരു ഷെൽഫുകളും ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കളർ തീമും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഉള്ള ഒരു ബ്ലൂ കളറിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ എന്തായാലും ചെറിയൊരു സ്പേസിൽ ഇത്രയും ഭംഗിയായി ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്